കോതമംഗലത്ത് കഷായം മോഡൽ കൊലപാതകം. കോതമംഗലത്ത് യുവാവിനെ പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം. പെൺസുഹൃത്ത് വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ യുവാവിന്റെ മൊഴി. ഈ മൊഴിയാണിപ്പോൾ ദുരൂഹത ഉണർത്തിയിരിക്കുന്നത്. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു യുവാവിന്റെ മരണം സംഭവിച്ചത്. സംഭവത്തിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തേക്കും. പെൺസുഹൃത്ത് വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയിരുന്നു എന്നാണ് സൂചന. യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വധശ്രമത്തിനായിരുന്നു ആദ്യം കേസെടുത്തത്. എന്നാൽ യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമല്ല. യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്. രണ്ടുപേരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അൻസിലിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം രണ്ടുപേരും വീണ്ടും അടുപ്പത്തിലായി എന്നും പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വിഷം നൽകി എന്നാണ് സൂചന. യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം. യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സമാന രീതിയിൽ കാമുകൻ ഷാരോണിനെ വകവരുത്തിയ പാറശാല സ്വദേശിനി ഗ്രീഷ്മയ്ക്ക് നേരത്തെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ജ്യൂസിൽ ചേർത്തായിരുന്നു ഗ്രീഷ്മ കാമുകന് വിഷം നൽകിയത്. 2022 ഒക്ടോബർ 25-നാണ് ഷാരോണിന്റെ മരണം സംഭവിച്ചത്. പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ JP ഭവനിൽ ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14-ന് ഇതുപോലെ തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജേന കുടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു ഗ്രീഷ്മയുടെ കേസ്. 2022 ഒക്ടോബർ 14-ന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ 25-നാണ് മരിച്ചത്. ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് എലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. 2021-ലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലാകുന്നത്. ഇരുവരും വീട്ടിലും പള്ളിയിലും താലികെട്ടി. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി. മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്നായിരുന്നു കൊലപാതകം. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ല എന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു. ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത്. ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. 2023 ജനുവരി 25-നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ.